ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടിന്റെ ഫസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഇന്നത്തോടെ ഫൈനൽ പാർട്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയതുകൊണ്ട് ഇത് 2 പാർട്ടായിട്ട് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താൽ ഒരു കോഫി കേഫില് നമ്മുടെ ലീജനും വക്കീലും വന്നിരിക്കുവാണ്. നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ലീജൻ ചോദിക്കുമ്പോൾ വക്കീല് ഞാനും നിങ്ങളുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയുവാണ്. ഇത് കേട്ടത് മാത്രമേ ഉള്ളൂ ഇവന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. സത്യം, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ വെറുതെ ചുമ്മാ പറ്റിക്കാൻ പറയുന്നതല്ലേ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. പിന്നെ ആ ഫിഷിന്റെ വ്ലോഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഈയിടെയായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്തേന്ന് ചോദിച്ചാല് അത് ഞങ്ങളുടെ ഈ മാർട്ട് ഈ സ്റ്റേജിൽ നിൽക്കുവല്ലേ, പിന്നെ വീഡിയോസ് ഒന്നും ഫിലിം ചെയ്യാനായിട്ട് സമയമില്ലെന്ന് പറഞ്ഞതും പക്ഷെ ഇങ്ങനെ പോയാല് നിങ്ങളുടെ ചാനൽ ഡൗൺ ആയി പോകുമെന്ന് വക്കീല് പറയുന്നത് കേട്ട് ലീജിനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുവാണ്. ഓക്കെ, ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞ് ഇത് പിടിക്ക്. ഇത് നിങ്ങൾ മാർട്ടിൽ നിന്ന് മൂവ് ആയി പോകാനുള്ള കോമ്പൻസേഷൻ ആണ്. നിങ്ങൾ ഈ മാർട്ടിലെ ബിസിനസ് ഒക്കെ വിട്ടിട്ട് നല്ല നല്ല കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടില്ലേ? നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞതും പൊട്ടനാണെങ്കിൽ അത് കേട്ടിട്ട് സത്യമാണെന്ന് ചോദിച്ച് അവര് കൊടുത്ത കവർ എടുത്ത് നോക്കിയാല് അതില് 10 മില്യൺ വോൺ ക്യാഷ് അടുത്തുണ്ട്. ഇത് കണ്ട് നമ്മുടെ ലീജിന്റെ കണ്ണ് തള്ളുന്നുണ്ട്. അടുത്തത് നമ്മുടെ യങ്മിനോടായിരിക്കും. ഓരോരുത്തർക്കും 10 മില്യൺ വോൺ വെച്ച് തരാം. നിങ്ങൾ ഒരു ഫാർമർ അല്ലേ, നിങ്ങൾക്ക് നിറയെ പണം സമ്പാദിക്കാൻ കഴിയും. എന്തിനു വേണ്ടിയാണ് ഈ മാർട്ടിന് പിന്നിൽ കടിച്ചു തൂങ്ങി നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾക്കൊരു ബിസിനസിന്റെ സ്റ്റാർട്ടപ്പിന് ഈ പണം മതിയാകുമെന്ന് പറഞ്ഞതും 10 മില്യൺ വോൺ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യ്, പക്ഷെ ഞാൻ ഇതിൽ വീടില്ലെന്ന് നമ്മുടെ യങ് മിൻ ബോൾഡ് ആയിട്ട് പറയുവാണ്. എന്നിട്ട് വക്കീല് കൊടുത്ത പണം അയാൾക്ക് തന്നെ തിരികെ കൊടുക്കും. അടുത്തത് നമ്മുടെ മഗ്നെ സൊങ്വുവിനോട് ചോദിച്ചാല് അവൻ ഈ പണത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവൻ ഒറ്റയടിക്ക് പറഞ്ഞു കളയും. തേഹോയോട് പറയേണ്ട താമസം, അവനൊന്നും നോക്കിയില്ല. കൊടുത്ത പണം അയാളുടെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് വന്ന് വിലപേശാൻ? ബോറമാർട്ട് ഞങ്ങൾക്ക് 5 പേർക്കും എത്ര സ്പെഷ്യൽ ആയ പ്ലേസ് ആണെന്ന് അറിയാമോ? അത് വെറും ഈ 10 മില്യൺ വോണിന് വേണ്ടി ഞങ്ങളെ വിട്ടുതരുമെന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആകാനായിട്ട് തുടങ്ങിയതും 50 മില്യൺ വോൺ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. നിങ്ങൾ നിങ്ങളുടെ ഭാവി കൂടി നോക്കണം. നഷ്ടത്തിലായി കിടക്കുന്ന ഈ ബോറമാർട്ട് തലയിലെടുത്ത് വെച്ച് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ നല്ല ഭാവി നശിപ്പിക്കണോ എന്ന് കൺവിൻസ് ചെയ്യുന്ന പോലെ പറഞ്ഞതും നമ്മുടെ തേഹോയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അവൻ ആ വക്കീല് കൊടുത്ത കോൺട്രാക്ട് പേപ്പർ നോക്കി എന്താ ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുവാണ്. അതേസമയം ബോറമാർട്ടില് നമ്മുടെ ഹീറോയിനും ഹോറങ്ങും വളരെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുവാണ്. എന്താ അവർ ഇത്രയും നേരമായിട്ട് വരാത്തത്? എനിക്കാണെങ്കിൽ ടെൻഷൻ ആയിട്ടും പാടില്ലെന്ന് ഹിയറിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വക്കീൽ അവിടേക്ക് വരുന്നുണ്ട്. അയാൾ വന്നതും ഹോറങ് എന്റെ ഫ്രണ്ട്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാളൊന്നും മിണ്ടാതായ എഗ്രിമെന്റ് പേപ്പറും ഇവന് വേണ്ടിയുള്ള 10 മില്യൺ വോണും അവിടെ വെക്കുവാണ്. ഇത് കണ്ട് ഹോറങ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി, അവർക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. ഹോറങ് ആ കവർ എടുത്ത് നോക്കുമ്പോൾ അതിൽ 10 മില്യൺ വോൺ ക്യാഷ് ഉണ്ട്. പിന്നെ ഈ ബോറമാർട്ട് കൈമാറാനുള്ള എഗ്രിമെന്റും. അത് കണ്ടതും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് മറ്റുള്ള ബോയ്സ് എല്ലാവരും അവിടേക്ക് വരുന്നത്. അവരെ കണ്ടതും ഇവൻ ഇതൊക്കെ എന്താന്ന് ചോദിക്കുമ്പോൾ വേണ്ടടാ, ഇത് നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. എന്ത് അക്സെപ്റ്റ് ചെയ്യാനോ? ഒരിക്കലുമില്ല. എടാ, ഞങ്ങൾ പറയുന്നതും കൂടി നീ ഒന്ന് കേൾക്ക്. ഇവിടെ നിന്ന് ഒരു പിച്ചക്കാരനെ പോലെ ആട്ടി ഇറക്കാതെ നമ്മൾ തന്നെ നമ്മുടെ വഴിക്ക് പോകുന്നതല്ലേ നല്ലത്. നമുക്കിത് ഗിവ് അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതും നമ്മുടെ ഹീറോയാണെങ്കിൽ ടെൻഷനായി. നിങ്ങളിപ്പോ പൈസ വാങ്ങിച്ച് പിടിച്ചില്ലേ, അതാണ് ശരിക്കും പിച്ചത്തരം. നിങ്ങളാണിപ്പോ ശരിക്കും ബെഗേഴ്സ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞതും നമ്മുടെ തേഹോയ്ക്ക് ഇത് കേട്ട് വളരെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഗിവ് അപ്പ് ചെയ്ത് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുവാണെങ്കിൽ നമുക്ക് വേണ്ടി കസ്റ്റമേഴ്സ് സൈൻ ചെയ്ത് പെറ്റീഷനോ കൂടെ ഞാൻ എന്റെ സമ്പാദ്യം മുഴുവനും ഇതിൽ ഇറക്കിയിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോ തേഹോയ്ക്ക് ആ വക്കീൽ ഇവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തി പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ കൂട്ടുകാരൻ ഹോറങ്ങിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യണം. നിങ്ങൾക്ക് അവന്റെ ഫ്യൂച്ചറും അവൻ ഈ ബോറമാർട്ടിന് വേണ്ടി ചെലവാക്കി അവന്റെ സേവിങ്സിനെ കുറിച്ചും ടെൻഷൻ ഇല്ലേ? ഇതൊരു ഫ്ലോപ്പ് ആയി പോയാൽ അവൻ ഇനി എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ബോസ് ജീവുക്ക് ഈ വഴി അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബോറമാർട്ട് വാങ്ങിയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളെ തന്നെ കുഴിയിൽ ചാടിക്കരുത്. ഈ ഫൈറ്റ് ഇതോടെ ഇവിടെ നിർത്തണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ ലൈഫ് ഉണ്ട്, നല്ല നല്ല ഭാവികളുണ്ട്, അത് തേടി പോകുന്നല്ലേ എന്ന് പറഞ്ഞ് ഇവന്മാരോട് പറഞ്ഞതും ഇവന്മാരെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് തലയും താഴ്ത്തിയിരിക്കുവാണ്. ഇപ്പോ ഇതൊക്കെ ഓർമ്മ വന്നതും അതെ, നമുക്കെല്ലാം നിർത്താം, നമുക്ക് നമ്മുടേതായ വഴിക്ക് പിരിഞ്ഞു പോകാം എന്ന് തേഹോ പറഞ്ഞതും അതെ, നമ്മൾ ഇപ്പോഴും 19 അല്ലടാ, 26 വയസ്സായി. നമുക്കും നമ്മുടെ ലൈഫിനെ കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? ഈ ഫൈറ്റിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോ
ഓ, നിങ്ങൾ ഈ പണം ഒറ്റയടിക്ക് കണ്ടതും എല്ലാവരും മനസ്സ് മാറിയല്ലേ? നിങ്ങളൊക്കെ എപ്പോഴാടെ ഇങ്ങനെ ചേഞ്ച് ആയതെന്ന് ഹോറങ് ചോദിച്ചതും ഇല്ലടാ, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ഈ മൂവിംഗ് ഫീ കൊണ്ട് നീ ബോറമാർട്ടിന് വേണ്ടി ചെലവാക്കിയ നിന്റെ സേവിങ്സ് ഞങ്ങൾ എല്ലാവരും തിരിച്ചടയ്ക്കുമെന്ന് യങ്ങിന് പറയുവാണ്. ഇത് കേട്ട് ഹോറങ്ങിന് അതിലും ടെൻഷൻ ആകുന്നുണ്ട്. ഞാൻ പറഞ്ഞോ എന്റെ പണം എനിക്ക് തിരികെ തരണമെന്ന്? ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്നോട് ചോദിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ച് അവൻ വളരെ ചൂടാകുന്നുണ്ട്. തേഹോയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത വഴിക്ക് കാരണം ഞങ്ങൾക്ക് ഇതൊരു ബാധ്യതയാണെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹോറങ്ങിന് എന്തോ പോലെ ആകുന്നുണ്ട്. ബാധ്യതയോ? ഞാനപ്പോ നിങ്ങൾക്ക് ബാധ്യതയാണോന്ന് അവൻ ചോദിച്ചതും കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നത് വെറും കൈയോട് കൂടിയാണ്. പക്ഷെ നീയോ, നീ നിന്റെ ലൈഫ് സേവിങ്സ് ഇതിനു വേണ്ടി ബെറ്റ് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം. എന്നിട്ട് നീ ചെലവാക്കിയ നിന്റെ സേവിങ്സ് ഞങ്ങൾ തിരികെ തരുമെന്ന് പറയുവാണ്. ഇത് കേട്ടിട്ട് ഹോറങ് ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ തകർന്നു നിൽക്കുവാണ്. അപ്പോ സൊങ്ങു അത് കണ്ട് ചേട്ടാ, ചേട്ടനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്നും പറയല്ലേ. അത് ഹോറങ് ചേട്ടന് വിഷമാകുമെന്ന് പറഞ്ഞതും ശരി ഓക്കെ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് എല്ലാവർക്കും അവരവരുടെ വഴിയെ പോകാം. ലീജുൻ, നിനക്കൊരു കോൺട്രാക്ട് ഏജൻസിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനുവേണ്ടി നീ പൊക്കോ, അതാണ് ബെറ്റർ എന്ന് പറഞ്ഞതും എന്ത് ഇതിപ്പോ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാല് ഞാൻ നിങ്ങളെല്ലാവരും ചതിച്ച പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ ഞാൻ ഓഡിഷന് പോകാൻ മാത്രം നമ്മുടെ സൊങ്കുവിനെ പോലെ ബെറ്റർ അല്ലെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹോറങ് നാണമില്ലടാ നിനക്ക്? ഇത്ര പോത്ത് പോലെ വളർന്നിട്ടും നമ്മുടെ അനിയൻ ഒരു ഓഡിഷന് പോകുന്നതിന്റെ അസൂയാണോ നിനക്കെന്ന് ചോദിച്ച് ഇങ്ങനെ മാറി മാറി ഇവര് തല്ലു പിടിക്കാൻ തുടങ്ങിയതും സൊങ്ങു ഇവരെ നടുക്ക് കയറി നിന്ന് ഒന്ന് നിർത്തി ചേട്ടന്മാരെ, നിങ്ങൾ ഇങ്ങനെ തല്ലു പിടിച്ചോണ്ടിരുന്നാല് ഞാൻ ഓഡിഷന് പോകില്ലെന്ന് പറഞ്ഞതും എല്ലാവരും ഇത് കേട്ട് ടെൻഷൻ ആകുന്നുണ്ട്. ഹോറങ് ആണെങ്കിൽ അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പിണങ്ങി ഇറങ്ങി പോയതും ഇത് കണ്ട് നമ്മുടെ ഏറങ്ങ അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമം മാറ്റാനായിട്ട് ഞാൻ ഒരു ഫോട്ടോ കാർഡ് തരട്ടെ എന്ന് അവള് ചോദിച്ചതും വേണ്ട, ജിനയുടെ ഫോട്ടോ കാർഡ് ആണെങ്കിൽ അതെനിക്ക് വേണ്ടെന്ന് അവൻ പറയും. അപ്പോ അവന്റെ കയ്യിലേക്ക് അവൾ ഒരു ഫോട്ടോ കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവൻ തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ തണ്ടേസ് ബോയ് ഗ്രൂപ്പിന്റെ ഫോട്ടോ കാർഡാണ്. ഇത് കണ്ടത് നമ്മുടെ ഹോറങ്ങിന് എന്തോ പോലെ ആകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് അത്രയ്ക്കും വിഷമം തോന്നിയാല് ഇത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞതും ഹോറങ്ങിന് ഇത് കേട്ട് സന്തോഷാകുവാണ്. കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ലീജിനെയാണ് കാണിക്കുന്നത്. അവൻ അന്ന് മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ആ കുട്ടി ഷൂട്ട് ചെയ്തില്ലേ, ആ വീഡിയോ അവനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും. പെട്ടെന്ന് അവൻ എന്തോ കണ്ട പോലെ ഷോക്ക് ആകുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താല് നമ്മുടെ സൊങ്കു ആണെങ്കിൽ ഇവിടെ എല്ലാവരും പിടിച്ചിരുത്തി കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. തേഹോയും ഹോറങ്ങും ആണെങ്കിൽ മിണ്ടാതെ പിണങ്ങി തലയും തിരിച്ച് നോക്കിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സൊങ്കു ആണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഗൈസ്, നിങ്ങൾ എപ്പോഴും ഇതൊന്ന് നിർത്താൻ പോകുന്നേ? ഓർമ്മയുണ്ടല്ലോ നമ്മുടെ റൂൾസ്. ഒരു ദിവസം മുഴുക്കെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കാനാണെങ്കിൽ പിറ്റേ ദിവസം തമ്മിൽ കാണുമ്പോൾ കൈ പിടിച്ച് ഐ ലവ് യു പറയണമെന്ന്. ഓക്കെ, ഇപ്പൊ ഇത് നിങ്ങൾ കഴിക്കെന്ന് പറഞ്ഞതും തേഹോയാണെങ്കിൽ പിന്നെ എന്റെ പട്ടി പറയുമെന്ന് പറഞ്ഞ് സ്വീറ്റ് പൊട്ടറ്റോസ് എടുത്താൽ നല്ല ചൂടുണ്ട്, അവന്റെ കൈ പൊള്ളുവാണ്. ഹോറങ് ഇത് കണ്ട് ചിരിച്ചിട്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ബോധമില്ലെന്ന് പറഞ്ഞ് അവൻ ഒരെണ്ണം എടുത്താല് അവന്റെ കൈ നല്ല പോലെ പൊള്ളുന്നുണ്ട്. എന്താടാ നിന്റെ കൈ ഇപ്പൊ നല്ലോണം പൊള്ളിയോ എന്ന് ചോദിച്ച് അവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ നമ്മുടെ ഏറിം അവിടേക്ക് വരുന്നുണ്ട്. ഇവരുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ബിയറും ചിക്കനുമായിട്ടാണ് വരുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ സൊങ്കു പിണങ്ങുന്നുണ്ട്. ഗായ്സ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊട്ടറ്റോസ് ആണ്, അതിപ്പോ വെറുതെ ആയില്ലെന്ന് പറഞ്ഞ് പിണങ്ങുമ്പോ നീ ഇപ്പോ ചിക്കൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലീജൻ അവിടേക്ക് വരുന്നത്. ഗായ്സ്, നമ്മുടെ ബോറമാർട്ട് സസ്പെൻഡ് ആയെന്ന് പറഞ്ഞ് ആരും ഗിൽറ്റിയിൽ ഇരിക്കൊന്നും വേണ്ട, എനിക്കൊരു പക്ക എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ്. അതിൽ ആ ചെറിയ ചെക്കൻ ഉണ്ടല്ലോ, അവൻ മുത്തശ്ശിയുടെ ബർത്ത്ഡേ നടക്കുന്ന സമയത്ത് ലീജിന്റെ ക്യാമറ എടുത്തത് ഓൺ ചെയ്ത് മാർട്ടിനുള്ളിലേക്ക് വരുവാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാമൻ ഷോപ്പാണിത്, അതുപോലെ ഇവിടെ കുറെ അധികം സ്നാക്സ് ഉണ്ട്, വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വ്ലോഗ് പോലെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പെട്ടെന്ന് മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും ഇവൻ ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുവാണ്. കുറച്ചു കഴിഞ്ഞ് നോക്കിയാൽ ആരോ ഒരാള് അവിടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഇവരുടെ സാധനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വെക്കുന്നത് കാണുന്നുണ്ട്. അയാൾ അതൊക്കെ ചെയ്തതിന് ശേഷം തിരികെ പോകുന്നത് ക്യാമറയുടെ മുമ്പിലൂടെയാണ്. കറക്റ്റ് ആയിട്ടപ്പോ അയാളുടെ ഫേസും കാണുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, ഈ ബോറമാർട്ടിന്റെ ഓണറായ ജിംബുക്ക് തന്നെയായിരുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി നിൽക്കുവാണ്. പെട്ടെന്നാണ് ലാപ്ടോപ്പ് ഓഫ് ആയി പോകുന്നത്. നോക്കിയാൽ അതിൽ ചാർജ് ഇല്ല. സോറിടാ, ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയെന്ന് പറയുമ്പോ ഏറിമ് ദാ അവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്, അവിടെ ചാർജ് ചെയ്യാമെന്ന് പറയുവാണ്. ഇവരപ്പോ ചാർജിങ് പോർട്ടും അന്വേഷിച്ച് ഒരു കബോർഡ് മാറ്റി നോക്കുമ്പോ അന്ന് നമ്മുടെ തേഹോയും ഹോറങ്ങും കണ്ടില്ലേ ഒരു പൂട്ടി വെച്ചിരിക്കുന്ന റൂം, അത് ഇവര് കാണുന്നുണ്ട്. ഇത് പൂട്ടിയിരിക്കുന്നത് കൊണ്ടും വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നത് കൊണ്ടും എല്ലാവർക്കും ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വളരെ ആകാംക്ഷയുണ്ട്. പക്ഷെ നമ്പർ ലോക്ക് ഇട്ട് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാനും പ്രയാസമാണ്. ഓരോരുത്തരും ഏതൊക്കെയോ നമ്പർ പറയുന്നുണ്ട്, അവനതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സോമു കറക്കി കുത്തി ഒരു നമ്പർ പറയും. അത് ചെയ്ത് നോക്കിയാല് പെട്ടെന്ന് ലോക്ക് തുറക്കുന്നുണ്ട്. ഇപ്പോ മെല്ലെ ആ കഥക് തുറന്ന് നോക്കിയാല് ഇവരെല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. കാരണം ആ റൂം നിറയെ നമ്മുടെ തണ്ടേസ് ബോയ് ഗ്രൂപ്പിന്റെ ഫോട്ടോസും ആൽബംസും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇവര് ഡെബ്യൂട്ട്
ആയ അന്ന് മുതലുള്ള ഇവരുടെ ഫോട്ടോസും ആൽബംസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ കണ്ട് ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. എല്ലാവരും അതിശയത്തോടെ അകത്തേക്ക് വന്നതെല്ലാം നോക്കി നിൽക്കുമ്പോൾ ലീജൻ അതൊക്കെ കണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് എത്ര കാലമായെന്ന് പറഞ്ഞ് വളരെ സാഡ് ആയിട്ട് പറയുവാണ്. പക്ഷേ സോങ് ഇതെല്ലാം കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പക്ഷെ ഇതെല്ലാം ആരായിരിക്കും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഏറിയും പെട്ടെന്ന് ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അല്ല, ഇത് മിസ്റ്റർ കിങ് സോങ്ങും ബോസ് ആണെന്ന് പറഞ്ഞത് കേട്ട് അതാരാണെന്ന് ഇവരെല്ലാവരും ചോദിക്കും. ഇദ്ദേഹമാണ് ഈ മാറ്റിന്റെ റിയൽ ഓണർ. പക്ഷെ ഈ അടുത്ത് നിൽക്കുന്നവരെന്ന് പറഞ്ഞ് അവൾ അവരുടെ കയ്യിലേക്ക് ആ ഫോട്ടോ കൊടുക്കുമ്പോ ഇപ്പൊ നോക്കിയാല് നമ്മുടെ മരിച്ചു പോയ ഹെയ്ൻ, പിന്നെ ഈ ബോറം മാറ്റിന്റെ ഓണർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ജിൻബുക്ക്, പിന്നെ ഏറിം ഇപ്പൊ പറഞ്ഞ അദ്ദേഹം, അവര് 3 പേരും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോയാണത്. ഇത് കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാളുടെ കൂടെ എന്തിനാ നമ്മുടെ ഹെയ്ൻ നിൽക്കുന്നതെന്ന് ചോദിച്ച് ഇവരെല്ലാവരും ഒന്നുകൂടെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. ഇപ്പോ പിന്നീട് ആ മുറി ഒന്നുകൂടി സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഇവരുടെ കയ്യിലേക്ക് ഒരു ഡയറി കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഹെയ്നിന്റെ ഡയറി ആയിരിക്കും. അത് അവര് തുറന്നു വായിച്ചു നോക്കിയാല് നിന്റെ മുത്തശ്ശൻ എഴുതുന്നത് എന്ന് പറഞ്ഞ ഒരു കുറിപ്പ് അതിലുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശനോ എന്ന് പറഞ്ഞ എല്ലാവരും ഷോക്ക് ആകുവാണ്. അപ്പോ ഇവര് നമ്മുടെ ഹെയ്നിന്റെ മുത്തശ്ശനാണോ എന്ന് ചോദിച്ച് ഇവരെല്ലാവരും ആ ഫോട്ടോയിലേക്ക് നോക്കും. ഇവിടെ വെച്ച് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹെയ്ൻ ആക്സിഡന്റ് പറ്റി അവൻ മരിച്ച് അവന്റെ മരണച്ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ മുത്തശ്ശൻ അവിടെ വളരെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോറങ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് തന്നെ വന്നിരിക്കുവാണ്. ഇവൻ അറിയില്ല അത് അവന്റെ മുത്തശ്ശനാണെന്ന്. അവനിങ്ങനെ നെഞ്ചുപൊട്ടി കരയുന്നത് നമ്മുടെ മുത്തശ്ശനും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റുള്ള ബോയ്സ് എല്ലാവരും ആ സമയത്ത് അവിടേക്ക് വരുവാണ്. നമുക്ക് അവനെ എടുക്കേണ്ടേടെന്ന് ചോദിക്കുമ്പോൾ ഹോറങ് എല്ലാവരെയും നോക്കുന്നുണ്ട്. സൊങ്കു ആണെങ്കിൽ ആകെ തകർന്നു നിൽക്കുവാണ്. അപ്പോ തേഹു പറയും, എനിക്ക് തോന്നുന്നില്ലടാ അവന്റെ പാരന്റ്സിന് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, അതുകൊണ്ട് നമുക്ക് തന്നെ അവനെ എടുക്കാം. പക്ഷെ അവന്റെ പാരന്റ്സിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ കരയാൻ പാടില്ല, അവർക്കത് താങ്ങാൻ കഴിയില്ലെന്ന് പറയുമ്പോ യോങ്മിൻ ഇത് കേട്ട് എനിക്ക് പറ്റുന്നില്ലടാ, അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടെന്ന് പറഞ്ഞ് കരയുവാണ്. ഇത് കേട്ട് ഹോറങ്, അതെ നമ്മൾ വേണം അവർക്ക് ധൈര്യം കൊടുക്കാൻ, നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് കരയാൻ പാടില്ലെന്ന് പറഞ്ഞ് സൊങ്കുവിനെ നോക്കുമ്പോ അവൻ അപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. ലീജിനോട് നീ സൊങ്കുവിനെ നോക്കട എന്ന് പറയുമ്പോ ലീജിൻ അവനെ ചേർത്ത് പിടിച്ച് സൊങ്കു നീ ഒന്ന് കരയെങ്കിലും ചെയ്യട എന്ന് പറയുവാണ്. ഇത് കേട്ട് അടുത്ത സെക്കൻഡില് സൊങ്കു പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം മുത്തശ്ശൻ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യില് ഹേനിന്റെ ഡയറി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മുത്തശ്ശൻ അത് തുറന്ന് അതിൽ എഴുതാനായിട്ട് തുടങ്ങുവാണ്. ഞാൻ ഈ മുറി നിനക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നിന്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ് ഇതിന്റെ പാസ്കോഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മോനെ നീ ഇപ്പോ ഞങ്ങളുടെ കൂടെയില്ല, പക്ഷേ ഈ മാറ്റ് ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്ന നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കുവാണ്. നീ ഇല്ലാത്തത് കൊണ്ട് അവരെ വേർപിരിഞ്ഞു പോകാൻ പാടില്ല. അവരൊരു ദിവസം ഇവിടെ ഒന്നു ചേരും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ കൊച്ചുമകനെ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞതും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അവരൊരു കാരണമില്ലാതെയല്ല ഈ ബോറം മാറ്റ് തണ്ടേഴ്സ് ബോയ് ഗ്രൂപ്പിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. നമ്മുടെ യങ്മിൻ ഇത് കേട്ടിട്ട് നമ്മുടെ ഹേനിൽ ഒരിക്കൽ പോലും ഇത് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുവാണ്. ഇത് കേട്ട് തേഹോ, നമ്മൾ ഇനി എന്ത് വില കൊടുത്തിട്ടാണേലും നമ്മുടെ ഈ മാറ്റ് തിരിച്ചു പിടിച്ചിരിക്കണം, നമ്മുടെ ഹെയ്നിന് വേണ്ടി അത് വിട്ടുകൊടുക്കരുതെന്ന് പറയുമ്പോ ഏറിമും അതെ നമ്മുടെ കയ്യിൽ ആ വീഡിയോ പ്രൂഫ് ഉണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറയുമ്പോ എല്ലാവരും ഇത് കേട്ട് അതെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മാറ്റ് രക്ഷിക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും കറക്റ്റ് ആ സമയത്ത് ആ ജിംബുക്ക് പെട്ടെന്ന് അവിടേക്ക് കയറി വരുവാണ്. ഇയാളെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ടതും ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. ഷോക്കായി അങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. ഇനി ഇതിന്റെ ഫൈനൽ പാർട്ട് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ റെഗുലർ വ്യൂസിനേക്കാളും ഈ ഡ്രാമ ഒരുപാട് വ്യൂസ് കുറഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതേപോലുള്ള ഡ്രാമകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നല്ല നല്ല ഡ്രാമകളൊക്കെ റെക്കമെൻഡ് ചെയ്യാം. നല്ലത് നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മറ്റ് ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബോസ് ഡോൾ മാർട്ടിന്റെ ഫൈനൽ പാർട്ടുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.